ഹായ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ടോർഷൻ മെൻഡിലാണ്. ഇതിൻ്റെ എയിം പറഞ്ഞാൽ ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് റിജിഡിറ്റി മോഡുലസ്, ഇതിൻ്റെ അപ്പാരറ്റസ്, ടോർഷൻ മെൻഡിലും, സ്റ്റോപ്പ് വാച്ച്, സ്കെയില്, രണ്ടായിരത്തി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് നമ്മൾ 30 സെൻറ്റിമീറ്ററിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ ചെറിയ ഫോഴ്സ് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഫ്രീ ഓസിലേഷൻ്റെ ടൈമാണ്. അപ്പോൾ ഇത് ഫ്രീ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് 30 ലെങ്തിൽ നമുക്ക് കിട്ടിയ വിത്തൗട്ട് മാസസിൽ കിട്ടിയ ടൈം 57. അതുപോലെ നമുക്ക് വിത്ത് മാസസിൽ D1 ഡിസ്റ്റൻസിലും D2 ഡിസ്റ്റൻസിലും കാണും. D1 എന്ന് പറയുന്നത് ഈ രണ്ട് ഐഡൻറ്റിക്കൽ മാസിന് പോയിന്റുമായിട്ട് ടച്ച് ചെയ്ത് വെക്കുക. ഈ പോയിന്റും ഈ മാസിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D1 എന്ന് പറയുന്നത്. നമുക്ക് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം. നമുക്ക് 2.5 ആണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിന് 10 ഓസിലേഷനുള്ള ടൈം നോട്ട് ചെയ്യാം. D2 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ മാസിനെ ഡിസ്കിൻ്റെ എൻഡ് പോയിന്റിലേക്ക് വെക്കുക. ഈ പോയിന്റ് തൊട്ട് മാസിൻ്റെ സെൻറ്റർ വരെയുള്ളതാണ് D2 ഡിസ്റ്റൻസ്. നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്. ഇതിൽ 10 ഓസിലേഷൻ്റെ ടൈം നോട്ട് ചെയ്യുക. നമുക്ക് കിട്ടിയ D1 ഡിസ്റ്റൻസ് 2.5 ആണ്. അതിൽ 10 ഓസിലേഷൻ്റെ ടൈം 62 ആണ്. D2 ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് 6 ആണ്. അതിൽ 10 ഓസിലേഷൻ്റെത് 82 ആണ്. ഇതിൽ വിത്തൗട്ട് മാസസിലും D1ലും D2ലും നമ്മൾ 2 പ്രാവശ്യം ടൈം കാണണം. ഇതിൻ്റെ ആ രണ്ടിൻ്റെയും മീൻ ടി നമ്മൾക്ക് ഇവിടെ എഴുതിയേക്കാം. ടൈം പീരീഡ് നമ്മൾ കാണേണ്ടത് നമുക്ക് കിട്ടിയ മീൻ ടി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. D2ഉം D1ഉം നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ്. ഇതിൽ M എന്ന് പറയുന്നത് നമ്മളെടുത്ത മാസിൻ്റെ വെയിറ്റ് ആണ്. 200 ആണ് നമ്മളെടുത്തത്. T എന്ന് പറയുന്നത് വിത്തൗട്ട് മാസസിലെ ടൈം പീരീഡും, T1 വിത്ത് മാസസ് D1 ഡിസ്റ്റൻസിലെ ടൈം പീരീഡും, T2 എന്ന് പറയുന്നത് വിത്ത് മാസസ് D2 ഡിസ്റ്റൻസിലെ ടൈം പീരീഡും. ഓക്കെ, ഇനി ഇതിൻ്റെ റിജിഡിറ്റി മോഡുലസ് കാണണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കാണാവുന്നതാണ്. ഇതിൽ R എന്ന് പറയുന്നത് നമ്മളെടുത്ത സ്ട്രിങ്ങിൻ്റെ റേഡിയസ് ആണ്. അത് നമ്മൾ സ്ക്രൂ ഗേജ് വെച്ച് മെഷർ ചെയ്യാവുന്നതാണ്.